أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങൾക്ക് സാക്ഷികളാവുകയും അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുവാനുള്ള ഭാഗ്യവും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ മാസത്തിൻ്റെ പവിത്രതയും പരിപാവനത്വവും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള ദിനരാത്രങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആത്മീയ മേഖലകൾക്ക് ഉണർവ് പകരേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ അവസാന നിമിഷങ്ങളായി കഴിഞ്ഞാൽ മുണ്ട് മുറുക്കിയുടുത്ത് കുടുംബക്കാരെയെല്ലാം വിളിച്ചുണർത്തി ആരാധനാ കർമ്മങ്ങളിൽ സജീവമാകുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ കാന യഅ്തിഖു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിഖാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അശ്റിൽ അവാഖിരി, റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ, അതും ഏറ്റവും പുണ്യമേറിയ സമയങ്ങളാകുന്നു. അവസാന നിമിഷങ്ങളിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുവാനുള്ള സന്ദർഭങ്ങളായും പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം റമദാൻ മാസമാണ്. അതിറങ്ങിയ രാവിനെ പഠിപ്പിക്കുന്നത് ലൈലത്തുൽ ഖദർ എന്നാണ്. ഖുർആനിൽ ഒരു അധ്യായം തന്നെ ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം അതിനെ ഇറക്കി, ഫി ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാത്രിയിൽ. ഒരു മനുഷ്യൻ്റെ ആയുസ്, അവൻ്റെ മരണം, അവൻ്റെ ഭൗതിക വിഭവങ്ങൾ, അങ്ങനെ എല്ലാറ്റിനെയും സംബന്ധിച്ചിട്ടുള്ളൊരു കൃത്യമായ കണക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നൊരു ദിനരാത്രങ്ങളാകുന്നു ഖദ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നിർണയത്തിൻ്റെ രാത്രിയിൽ നാം അതിനെ ഇറക്കിയിരിക്കുന്നു. വമാ അദുറാക്ക, നിനക്ക് എന്തറിയാം, മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് വെച്ചാൽ നിനക്ക് എന്തറിയാം, പഠിപ്പിച്ചു കൊടുക്കുന്നു. ലൈലത്തുൽ ഖദരി, ഖദറിന്റെ രാത്രി എന്ന് പറയുന്നത് ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ളത്. 1000 മാസം എന്നല്ല, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ളതാകുന്നു അതിൻ്റെ ശ്രേഷ്ഠതയായി പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആയുസ്സിനെ ആ രൂപത്തിൽ ഗണിച്ചാൽ ഏകദേശം ഒരു 86 മാസവും 4 മാസം, 86 വർഷം 4 മാസം സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും പുണ്യകർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ആ ഒരു രാവിലൂടെ അത് നമുക്ക് അനുകൂലമായാൽ ലഭിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അത്രയും മഹത്തരമാണ് ആ രാവിൻ്റെ പ്രത്യേകതയും. അതുകൊണ്ട് അതൊരിക്കലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അതിൽ മാത്രമായി ഒതുങ്ങിക്കൂടി അതുകൊണ്ട് സായുജ്യമടയാം എന്നും ആരും കരുതേണ്ടതില്ല. ആളുകളുടെ ധാരണ 11 മാസക്കാലം എങ്ങനെയെല്ലാം ജീവിച്ച് ഈ ഒറ്റ രാവ് കൊണ്ട് അത്രയും വർഷത്തേക്കൊക്കെ സ്വരുക്കൂട്ടി വെച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാമെന്നൊരു ധാരണയിൽ സമൂഹത്തിലെ മിക്കവാറും ആളുകൾ പോകുന്നുണ്ട്.
അതുകൊണ്ടാണ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ പടച്ചോനുമായും പള്ളിയുമായും ദീനുമായും യാതൊരു കുലബന്ധവുമില്ല. പിന്നെ അടുത്തൊരു റമദാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നേടിയാൽ മതി എന്നൊരു ധാരണയുണ്ട്. മറിച്ച് ആ രാവിലൂടെ ലഭിക്കുന്ന സായുജ്യം മനുഷ്യന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് അവന് ഗുണകരമാകുന്നുവെങ്കിലാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. അതുകൊണ്ട് 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ആ ഒരു മാസത്തിൻ്റെ ദിനരാത്രങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നു. എപ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവസാനത്തെ ദിനങ്ങളിൽ പ്രതീക്ഷിക്കുക, അവസാനത്തെ രാവുകളിൽ ഒറ്റ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്നാണ്. തനസ്സലുൽ മലായിക്കത്ത്, അള്ളാഹുവിൻ്റെ മാലാകമാർ ഇറങ്ങി വരും. മലക്കുകളെല്ലാവരും ഇറങ്ങി വരും. വറൂഹ്, ആത്മാവും ഇറങ്ങി വരും എന്നാണ് പഠിപ്പിക്കുന്നത്. ആളുകളുടെ ധാരണ ഈ ലൈലത്തുൽ ഖദറിന്റെ രാവ് അത് ഒരു 27 എന്നങ്ങോട്ട് ഉറപ്പിച്ചു. ഒരു ഹദീസിൽ അങ്ങനെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സമൂഹം വർഷങ്ങളായിട്ട് 27-ാം രാവിൽ മാത്രമായി അതിനെ കുറിച്ചിട്ട് ആ ഒരു രാത്രി സജീവമാക്കി. ആ രാത്രിയിൽ പള്ളിയിലല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കേണ്ടത് പള്ളിയിലായിരിക്കണം. ജുമുഅ ഉള്ള പള്ളിയാകണമെന്നൊക്കെ കിതാബുകളിലെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനത്തെ ഒറ്റ രാവിലെ പള്ളിയിലല്ല പലപ്പോഴും ആളുകൾ കൂടാറുള്ളത്. സ്വലാത്തു നഗറുകളായിപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല ജില്ലകളിലും പല സമയത്താണ്. ചില സ്ഥലത്ത് 25-ാം രാവിലെ സ്വലാത്തു നഗർ, 27-ാം രാവിലെ സ്വലാത്തു നഗർ. അങ്ങനെ സമൂഹത്തെ മുഴുവനായിട്ട് പറമ്പിലേക്കോ പാടത്തോ മൈതാനിയിലേക്കോ എല്ലാം വിളിച്ചു വരുത്തും. എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു ദുആയാണ്. ആ ദുആ യഥാർത്ഥത്തിൽ അതിൻ്റെ ഭൗതികമായ നേട്ടമാകുന്നു എന്നത് മനസ്സിലാക്കിയിട്ടൊരു അമുസ്ലിം സുഹൃത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ഈ രാവിൻ്റെ മഹത്വം ഈ ഒരു അവസ്ഥ കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ പൈസ കൊടുക്കുന്നവനെ മാത്രം പുകഴ്ത്തി അവന് മാത്രം നേട്ടം കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥനാ നഗറായിക്കൊണ്ട് അതിന് മാറുകയാണ്. അങ്ങനെ നൽകുന്നവന് വേണ്ടി മാത്രം ദുആ ചെയ്യുന്ന അവസ്ഥ ഫേസ്ബുക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആ രൂപത്തിലേക്ക് എത്തുന്നു. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈതാനിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരും. പള്ളിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പറമ്പിലേക്ക് കൊണ്ടുപോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈതാനത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞത് പെരുന്നാൾ നമസ്കാരമാണ്, ഈദ്ഗാഹുകൾ നടത്താൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് പള്ളിയിൽ ഇരിക്കും. ഈത്തിക്കാഫ് പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് സമൂഹത്തെ പാടത്തും പറമ്പിലും എല്ലാം പോയിട്ട് അവിടെ നടത്തുന്ന ദുആ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആ ദുആകളെല്ലാം ശൈഖന്മാരോട്, തങ്ങൾമാരോട്, ബിബിമാരോട്, അങ്ങനെയുള്ളവരോടൊക്കെയുള്ള ദുആ നടത്തുന്ന മജ്ലിസുകളായിട്ട് മാറുകയാണ്. നമ്മുടെ ഈ സമുദായത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു റമദാൻ മാസം മുഴുവനും റബ്ബേ എന്ന് തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന നിർവഹിച്ച സമൂഹം, റബ്ബി ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്നൊക്കെ ദുആ ചെയ്ത സമൂഹം അവസാനമാകുമ്പോഴേക്കും ദുആകളൊക്കെ മാറിപ്പോവുകയാണ്. അപ്പോൾ ആളുകൾ മനസ്സിലാക്കിയത് മരിച്ചുപോയവരുടെ ആത്മാവുകളെല്ലാം ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ നാട്ടിലെ മഖ്ബറകളുള്ള സ്ഥലങ്ങളെല്ലാം അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ടുകൊടുത്ത് ആളുകൾ അവിടെ എങ്ങനെ പോവുകയാണ്. പക്ഷെ ഖുർആൻ അവിടെ എന്ത് പഠിപ്പിച്ചു? തനസ്സലുൽ മലായിക്കത്ത്, മലക്കുകൾ ഇറങ്ങി വരും. വറൂഹ്, ആത്മാവും ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. ആത്മാവുകൾ എന്ന് പറയണമെങ്കിൽ അർവാഹി എന്ന് പറയണം. അപ്പോൾ അവിടെ റൂഹ് കണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മലിക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു എന്നതിനെ കുറിച്ചാണ് തഫ്സീറുകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനത്തെ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടുക്കലേക്ക് വരികയും പ്രവാചകനിൽ നിന്ന് ഖുർആൻ കൂടുതലായി കേൾക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നാണ്. റൂഹ് എന്നവിടെ സൂചിപ്പിച്ചത് അർ-റൂഹുൽ ഖുദുസ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്, അല്ലാതെ മരിച്ചു പോയവരുടെ ആത്മാവുകളും ഒന്നുമല്ല. വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം. മിൻ കുല്ലി അംദിൻ സലാം, എല്ലാറ്റിനും അന്ന് സമാധാനമാകുന്നു. ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ. അതുകൊണ്ട് ആ രാവിനെ,
ആത്മാർത്ഥമായ രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കുവാനും വേണ്ടി നാം തയ്യാറാവുക. ലൈലത്തുൽ ഖദർ ഇന്ന രാവാണ് എന്നൊരു പ്രതീക്ഷ കിട്ടിയാൽ, ഒരു ഉറപ്പ് കിട്ടിയാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നലുണ്ടായാൽ, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവിടെ എന്താണ് നൽകിയ മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ദുആ ചെയ്യണം. അപ്പോൾ ലൈലത്തുൽ ഖദർ പ്രത്യേകമായി ചെയ്യേണ്ടത് എന്താ? ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. ആ ദുആയാണ് നമ്മൾ അധികരിച്ചിനി ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവൻ, നീ പുറത്തു കൊടുക്കുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, പാപം പൊറുക്കുന്നതിനെ, പുറത്തു കൊടുക്കുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനുമാകുന്നു. ഫഅഫു അന്നി, എനിക്ക് നീ പുറത്തു തരയണമേ, മാപ്പ് നൽകണമേ. ഇതാണ് അധികരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അവസാന നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കുറച്ചുകൂടി ഇബാദത്തുകളിൽ സജീവമാകുക. അള്ളാഹുവിൻ്റെ കലാം ഒന്നുകൂടി നന്നായിട്ട് വായിക്കുക. സമയം കിട്ടുന്ന രൂപത്തിൽ പള്ളിയിൽ വന്ന് അല്പസമയം ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇഅ്തികാഫിന്റെ പ്രത്യേകത അതാകുന്നു. ഒറ്റക്കിരുന്നൊന്ന് മാറിയിരിക്കുമ്പോൾ നമ്മൾ മരിച്ച് ഖബറിൽ പോയി ഒറ്റക്ക് കിടക്കേണ്ട ആ ഒരു ബോധത്തോടു കൂടിയാകണം ഇഅ്തികാഫിലിരിക്കേണ്ടത്. ഭൗതികമായ എല്ലാ വിധത്തിലുമുള്ള ഇടപാടുകളെയും മാറ്റിവെച്ച് പടച്ച റബ്ബിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരയുന്ന ആ കരച്ചില് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന അമലുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ, ഒരു മനുഷ്യൻ, ദക്കറഹുല്ലാഹു ഖാലിയ, ഒറ്റക്കിരുന്നുകൊണ്ട് അള്ളാഹുവിനെ അവൻ ഓർക്കുകയാണ്, ഫഫാലത്തു ഐനാഹു, എന്നിട്ട് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകും. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാകുന്നു ഈ റമളാൻ മാസം. അധാർമികതയിൽ സമൂഹം ഇങ്ങനെ വാണുകൊണ്ടിരിക്കുന്ന, ഭൗതിക ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സുരക്ഷിതത്വവും സമാധാനവുമുള്ള ഒരവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരു സമൂഹം മുഴുവനായിട്ട് വലിയ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കുറേ സമാധാനിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഗസയിൽ വന്ന് ജൂതന്മാരുടെ മിസൈലുകൾ, ഇസ്രായേലിന്റെ ബോംബ് വർഷങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത്. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പിന്തുണ ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം, അതിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ലാതെ സ്വീകരിക്കും. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി നാളെ വെള്ളിയാഴ്ച നമ്മുടെ ജുമുഅയിൽ പ്രത്യേകമായ ദുആകളിലൊക്കെ നാം അവരെ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന് മരണപ്പെട്ടുപോയ സമൂഹത്തിന് രക്തസാക്ഷിത്വത്തിന്റെ പദവികൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു അതിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശത്രുക്കൾക്ക് അള്ളാഹു പടച്ചറബിന്റെ ഭാഗത്ത് ആ രൂപത്തിലുള്ള ശിക്ഷ പടച്ചറബ് കൊടുത്തുകൊണ്ട് ആ സമൂഹത്തിന് അതിൽ നിന്ന് പിൻവലിയാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, റമളാനിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ വ്യത്യസ്ത പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ നടത്താറുണ്ട്. നാളത്തെ പിരിവ് കെയർ ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ്. കോഴിക്കോടുള്ള നമ്മുടെ ഒരു ബൃഹത്തായ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള 5 നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കെയർ ഹോം. അതിൻ്റെ ലക്ഷ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ, ലുക്കോമിയ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സക്ക് വരുമ്പോൾ 1-2 ആഴ്ചകൾ അവിടെ താമസിക്കേണ്ടി വരും. ആ താമസിക്കുന്ന സന്ദർഭത്തിൽ അവർക്കുള്ള എല്ലാവിധ സംരക്ഷണം, അവർക്കുള്ള ഫുഡ്, ചികിത്സ, മറ്റ് സംവിധാനങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു കേന്ദ്രമാകുന്നു കെയർ ഹോം. അതിൻ്റെ വരുമാനം റമളാൻ മാസത്തിൽ നമ്മിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന സ്വത്താണ്. ലക്ഷക്കണക്കിനായ സമ്പത്താണ് അതിനു വേണ്ടി ആവശ്യമായി വരുന്നത്. പാവങ്ങൾക്ക് വേണ്ടി മരുന്ന് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ബൃഹത്തായ കോടികൾ ചെലവ് വരുന്നൊരവസ്ഥയിലേക്ക് മാറ്റിയിട്ടുള്ളത്.
അതുകൊണ്ട് നമ്മൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സദഖകൾക്കും പുണ്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ അതിനുവേണ്ടി കരുതി വരിക. കേരളത്തിലെ എല്ലാ പള്ളികളിലും, അത് നമ്മുടെ ഈ പറയപ്പെട്ട പ്രാസ്ഥാനിക അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സമൂഹത്തിലെ എല്ലാ നേതാക്കന്മാരും അതിനുവേണ്ടി പിരിവ് നൽകാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന പോലെ നടത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിന് നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് പോകുന്നു. അവിടെ നിന്ന് വിളിക്കുന്നു, ഇന്ന നാട്ടിൽ ഒരാളെ വന്നിട്ടുണ്ട്, അവരെക്കുറിച്ച് അന്വേഷിക്കുന്നു, അവർ സാമ്പത്തികമായ പ്രയാസമുള്ളവരാണ്, അംഗീകരിക്കേണ്ട ആൾക്കാരാണെന്ന് പറയുന്നു. അങ്ങനെ എത്ര ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു പോവുകയാണ്. അള്ളാഹിന്റെ തൗഫീക്ക് കൊണ്ട് വലിയ വലിയ മാരകമായ രോഗങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കുക. അതേസമയം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അള്ളാഹുവിന്റെ കരുണ ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മുടെ കരുണകൾ ചൊരിഞ്ഞു കൊടുക്കുമ്പോഴാണ്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ. ആ കാരുണ്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്താണോ അതിൽ നിന്നൊരല്പം മാറ്റിവെക്കുമ്പോഴാണ്. ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ ഇബാദത്തുകളും, എല്ലാ ദാനധർമ്മങ്ങളും നമ്മിൽ നിന്ന് മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൽ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളെയും അതിൻ്റെ കർമ്മഫലം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സമാധാനം ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിന്റെ രാപ്പകലുകളിൽ നാം അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനം ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, ഉദ്യോഗങ്ങളിൽ നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗം ബാധിച്ച് വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നവർ ധാരാളമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞുപോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.